ഹലോ വെൽക്കം വ്യൂവേഴ്സ്. ഇന്ന് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഏത് മൂവിയാണ് കൊണ്ടുവന്നിട്ടുള്ളതെന്നാൽ 2023 റീസെൻ്റായിട്ട് റിലീസ് ചെയ്ത നോ ഹിയർ എന്നൊരു സർവൈവൽ മൂവിയാണ് നിങ്ങൾക്ക് മുമ്പിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സിനിമയുടെ കഥ എന്താണെന്നാൽ കാർഗോ ഷിപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഹീറോയിനെ ശക്തമായ കൊടും കാറ്റിൽ കടലിലേക്ക് കണ്ടെയ്നർ സഹിതം വീഴുകയാണ്. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് സർവൈവ് ചെയ്ത് രക്ഷപ്പെട്ടത്, എങ്ങനെയാണ് കഥ ഇനി മുന്നോട്ട് പോകുന്നത് എന്നതാണ് ഈ ഒരു സിനിമ. അതുമാത്രമല്ല, നമ്മളുടെ ഹീറോയിനെ ഗർഭിണിയായിട്ടാണ് ഈ ഒരു കണ്ടെയ്നറിന്റെ ഉള്ളിലേക്ക് പെട്ടുപോകുന്നത്. അപ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്ക് ആലോചിച്ച് നോക്കാവുന്നതാണ്. ഈ ഒരു കഥ തുടങ്ങിയതിനു ശേഷം ഭയങ്കര സ്പീഡായിട്ടാണ് ഈ ഒരു കഥ മുന്നോട്ട് പോകുന്നത്. അടുത്തതെന്തായിരിക്കും എന്ന് ഓരോ നിമിഷം നമ്മളെ സസ്പെൻസ് അടിച്ച് ത്രില്ലടിപ്പിച്ച് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി മൂവിയാണ് ന്യൂ ഹിയർ എന്നൊരു സിനിമ. സോ ഇപ്പൊ തന്നെ ഓൾമോസ്റ്റ് ഞാൻ കുറച്ച് കഥകൾ പറഞ്ഞു പോയി. ഇനി നമുക്ക് ഇതിലെ കഥ സ്പോയിലർ ചെയ്യണ്ട. അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ചെയ്യുക. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് മറക്കാതെ വീഡിയോ ഷെയറും ചെയ്യുക. ഞാൻ അക്ബർ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് A51 മീഡിയ. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് അവിടെയുള്ള ജനങ്ങൾ എവിടേക്കോ രക്ഷപ്പെട്ടു പോകുന്നത് പോലെയാണ് കാണിക്കുന്നത്. സ്പെയിനിൽ യുദ്ധം നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെയുള്ള ജനങ്ങൾക്ക് വെള്ളമോ ഭക്ഷണമോ നേരായ രീതിയിൽ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അത് കുറയ്ക്കുവാൻ ഗവൺമെന്റ് തീരുമാനിക്കുകയാണ്. അവിടെയുള്ള ജനങ്ങളിൽ പ്രതിരോധ ശേഷിയില്ലാത്ത ആൾക്കാരെ പിടിച്ചു കൊല്ലുക. അതായത് ഗർഭിണിയായിട്ടുള്ള സ്ത്രീകളെ കൊല്ലുക, കുട്ടികളെ കൊല്ലുക, വയസ്സായിട്ടുള്ള ആളുകളെ കൊല്ലുക എന്നിങ്ങനെ ഗവൺമെന്റ് തേടിപ്പിടിച്ച് കണ്ടുപിടിച്ച് കൊന്നുകളയുകയാണ്. അതുകൊണ്ടാണ് ഇവിടെയുള്ള ജനങ്ങൾ കുറെ ഏജന്റുകൾക്ക് കാശ് കൊടുത്തിട്ട് മറു രാജ്യങ്ങളിലേക്ക് രക്ഷപ്പെട്ടു പോകുന്നത്. ഇല്ലീഗലായിട്ടാണ് ഈ ഒരു കാര്യം നടക്കുന്നത്. അവിടെയുള്ള ആർമിക്ക് ഇതൊന്നും അറിയാത്ത രീതിയിൽ ഏജന്റുമാർ കണ്ടെയ്നറുകളിൽ ആളുകളെ കയറ്റിയിട്ട് വലിയ വലിയ ഷിപ്പുകളിൽ കടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഒരു കണ്ടെയ്നറിലാണ് നായകനും നായികയും ഉള്ളത്. അവർ എന്തിനാണ് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതെന്നാൽ നായിക ഗർഭിണിയാണ്. അതുകൊണ്ട് തന്നെ ഇത് ആർമി അറിഞ്ഞാൽ നായികയെയും കൊല്ലും, അതേപോലെ തന്നെ നായികയുടെ വയറ്റിലുള്ള കുട്ടിനെയും കൊല്ലും എന്നറിഞ്ഞിട്ടാണ് ഇവർ ഈ ഒരു നാട് വിട്ടു പോകുന്നത്. അതുമാത്രമല്ല, അവർ ആ ഒരു നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് സ്പെയിനിന്റെ ഒരു റൂളും അവിടെ ബാധകമല്ല. അവർക്ക് അവിടെ സുഖമായിട്ട് ജീവിക്കാം. ഇവരുള്ള കണ്ടെയ്നർ ഹാർബറെ നോക്കിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് നായകനോട് നായിക ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളുടെ മോൾ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന്. പക്ഷെ ഇതിനു മുമ്പ് ഒരു കാര്യം നടന്നിട്ടുണ്ടായിരുന്നു. ഇവർക്ക് മൂത്തതായിട്ട് ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ ഒരു പെൺകുട്ടിയെ ആർമിക്കാർ കൊന്നുകളഞ്ഞു. ഇവർ പുറത്ത് ആരെയും കാണിക്കാതെ റൂമിലിട്ട് വളർത്തിയ കുട്ടിയായിരുന്നു അത്. പക്ഷെ ആർമിക്ക് എങ്ങനെയോ ആ കാര്യം പറഞ്ഞ് ആ ഒരു കുട്ടിയെ കൊന്നുകളഞ്ഞിരുന്നു. അത് പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വണ്ടി എവിടെയോ നിൽക്കുന്നത് പോലെ ഫീൽ ചെയ്യുകയാണ്. എല്ലാവരും പേടിയിൽ നോക്കി നിൽക്കുകയാണ്. നായകൻ ഡോറിന്റെ അടുത്ത് പോയി നിന്ന് എന്താ സംഭവം എന്നറിയാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ പെട്ടെന്ന് കുറെ ജനങ്ങളെയും കണ്ടെയ്നറിന്റെ ഉള്ളിലേക്ക് കയറ്റുകയാണ്. എല്ലാവരും കൂടി വന്നത് കാരണം നായകൻ മുന്നിലാണ് നിൽക്കുന്നത്. ഉള്ളിൽ ഇത്രയധികം ആൾക്കാരെ കൊണ്ടുപോകില്ല എന്ന് ഏജന്റുമാർ പറയുമ്പോൾ കുറച്ചു പേരെ അവിടെ നിന്ന് ഇറക്കുകയാണ്. അതിൽ നമ്മുടെ നായകനെയും ഉൾപ്പെടുത്തുകയാണ്. എന്നിട്ട് നായകനും നായികയും വേറെ കണ്ടെയ്നറുകളിൽ ആയിട്ട് പോവുകയാണ്. ആലോചിച്ചു നോക്കൂ, ഗർഭിണിയായിട്ടുള്ള നമ്മുടെ നായികയുടെ കൂടെ ഇത്തരം നേരം ഭർത്താവ് ഉള്ളത് കൊണ്ട് അവൾ സുഖമായിട്ട് ഒരു പ്രശ്നവുമില്ലാതിരുന്നു. ഇപ്പോൾ തനിച്ച് എങ്ങനെയായിരിക്കും അവൾ സർവൈവ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണേണ്ടത്. അതിനുശേഷം നായകൻ നായികയെ ഫോൺ വിളിക്കുന്നുണ്ട്. നോക്ക്, നീ ഒന്നിനും ടെൻഷൻ അടിക്കണ്ട. നീ കൂടെയുള്ള ആരെയും വിശ്വസിക്കരുത്. നീ നിന്റെ സാധനങ്ങളൊക്കെ എടുത്ത് നീ സേഫായിട്ടിരിക്കുക. നമ്മൾ പോകുന്ന സ്ഥലം ഒന്നായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഉറപ്പായിട്ട് മീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നായകൻ ഫോൺ കട്ട് ചെയ്യുകയാണ്. പോകുന്ന വഴിയിൽ ജനങ്ങൾ മാറി മാറി തല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണത്തിനും വെള്ളത്തിനും വേണ്ടി എല്ലാം കണ്ടിട്ട് നമ്മളുടെ നായിക പേടിച്ചു കൊണ്ടിരിക്കുക. പിന്നെ ഹാർബറിന്റെ അടുത്തേക്ക് വണ്ടി, അതായത് ട്രക്ക് എത്തുന്ന സമയത്ത് അവിടെ കുറെ ആർമിക്കാർ ഈ ഒരു വണ്ടികൾ ചെക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. കണ്ടെയ്നറിന്റെ ഉള്ളിൽ ജനങ്ങൾ ഉള്ളത് ആർമിക്കാർക്ക് അറിയില്ല. അവർ സാധാരണ വണ്ടിയുടെ ഡോക്യുമെന്റ് എല്ലാം ചെക്ക് ചെയ്യുന്നത് പോലെ ചെക്ക് ചെയ്യുകയാണ്. ഇതറിഞ്ഞ് നമ്മളുടെ നായിക എല്ലാവരോടും ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു ഓഫീസർ പറയുന്നുണ്ട്, അത് മാത്രം പോരാ, എനിക്ക് കണ്ടെയ്നറിന്റെ ഉള്ളിലും ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കണ്ടെയ്നർ തുറക്കുകയാണ്. അപ്പോഴാണ് നമുക്കൊരു ഷോക്ക്.
കാരണം കണ്ടെയ്നറിന്റെ ഉള്ളിൽ ആരും തന്നെയില്ല. ഉള്ളിൽ വന്ന് ചെക്ക് ചെയ്യുന്ന ആർമിക്കാരന് ഓഫീസർക്ക് ഉള്ളിൽ എന്തോ ഒരു പന്തികേട് തോന്നുന്നു. കാരണം വണ്ടിയുടെ വലിപ്പ് നോക്കുമ്പോൾ കണ്ടെയ്നർ ഇത്ര ചെറുതാണോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സംശയത്തിന് ആ ഒരു ഓഫീസർ പറയുന്നുണ്ട്, ഉള്ളിൽ ആരെങ്കിലും ഒളിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് പുറത്തേക്ക് വരിക, ഞാൻ നിങ്ങളെ രക്ഷിക്കാം. അതല്ല, ഞാൻ നിങ്ങളെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ വെടിവെച്ച് കൊല്ലുമെന്ന് പറയുകയാണ്. എന്നാൽ നമ്മുടെ നായികയാവട്ടെ കുറച്ച് ബുദ്ധിയുള്ളവളാണ്. മേളിൽ ഇതേപോലെ സേഫായിട്ട് അവൾ കയറിയിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ഒരു പെൺകുട്ടി ആ ഒരു ഡോർ തുറക്കുകയാണ്. ആ ഒരു സമയത്ത് കുറച്ചും കൂടി ആലോചിക്കാതെ ആ ഒരു ഓഫീസർ അവിടെയുള്ളവരെ എല്ലാവരെയും വെടിവെച്ച് കൊല്ലുകയാണ്. അതിനുശേഷം ഒരേ ഒരു ചെറിയൊരു പെൺകുട്ടി മാത്രം അവിടെ ജീവനോട് അവശേഷിക്കുകയാണ്. അതിനെയും വെറുതെ വിടുമെന്ന് നോക്കിയാൽ ഇല്ല, അതിനെയും വെടിവെച്ച് കൊല്ലുകയാണ്. ഇതെല്ലാം നമ്മുടെ നായിക കണ്ട് വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരെ കൊന്നതിന് ശേഷം അവരുടെ ബോഡിയെല്ലാം ക്ലീൻ ചെയ്തിട്ട് അവിടെ മൊത്തം വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യുകയാണ്. നമ്മുടെ നായിക അവിടെയുള്ളത് അവർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അവരെല്ലാം പോയതിനു ശേഷം നമ്മുടെ നായികയുടെ ഭർത്താവിനെ വിളിക്കുന്നുണ്ട്. പക്ഷേ കോൾ പോകുന്നില്ല. അതിന്റെ മനോവിഷമത്തിൽ വിഷമിച്ചിരിക്കുകയാണ് നായിക. കുറച്ചു നേരത്തിന് ശേഷം നായികയുടെ കണ്ടെയ്നർ പതുക്കെ ഷിപ്പിലേക്ക് മാറുകയാണ്. അവിടെ നിന്ന് നേരെ ഷിപ്പ് പതിയെ മൂവ് ആവുകയാണ്. കുറെ നേരം അങ്ങനെ പോയതിനു ശേഷം പെട്ടെന്ന് അവളുടെ കണ്ടെയ്നർ വമ്പൻ തിരമാലകൾ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞ് അവസാന കണ്ടെയ്നർ വെള്ളത്തിലേക്ക് വീഴുകയാണ്. അവിടെ വെച്ച് ആ ഒരു സീൻ കട്ടാവുകയാണ്. പിന്നെ കാണിക്കുന്നത് നായിക കണ്ണു തുറന്നു നോക്കുമ്പോൾ കണ്ടെയ്നർ മൊത്തം വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. ആ ഒരു ഓട്ടയിലൂടെ നായിക പുറത്തേക്ക് നോക്കുമ്പോൾ നടുക്കടലിൽ കണ്ടെയ്നർ, അതിനുള്ളിൽ നായികയും ഒറ്റയ്ക്ക് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട നായിക പേടിച്ചിട്ട് നായകനെ കോൾ ചെയ്യുകയാണ്. പക്ഷേ കണ്ടെയ്നർ മറിഞ്ഞതുകൊണ്ട് ഫോണിന്റെ ടച്ച് വർക്കാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഭർത്താവിനെ കോൾ ചെയ്യാനും സാധിക്കുന്നില്ല. ഉള്ളിലിരിക്കുന്നത് കൊണ്ട് തന്നെ അവൾക്ക് ഇപ്പോൾ ജീവൻ നിലനിർത്താൻ ഇപ്പോൾ ഭക്ഷണം വേണം. അതുകൊണ്ട് തന്നെ വല്ലത് തിന്നാൻ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി അവൾ അവിടെയല്ലാതെല്ലാം മരിച്ചു പെറുക്കുകയാണ്. കണ്ടെയ്നർ മൊത്തം ചെറിയ ചെറിയ ഓട്ടകളുള്ളത് കൊണ്ട് തന്നെ അതിലൂടെ വെള്ളം കയറാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് ടാപ്പ് ഉപയോഗിച്ച് അതെല്ലാം ക്ലോസ് ചെയ്യുകയാണ്. പെട്ടെന്ന് കുറെ ജനങ്ങൾ കരയുന്നത് പോലെ നമ്മളുടെ നായികയ്ക്ക് തോന്നുകയാണ്. നായിക പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു കണ്ടെയ്നറിന്റെ ഉള്ളിൽ നിന്ന് കുറെ ആളുകൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കണ്ടെയ്നർ ആണെങ്കിൽ വെള്ളത്തിൽ ഇങ്ങനെ പതിയെ പതിയെ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നായകനും അതിലുണ്ടാകുമെന്ന് പറഞ്ഞ് നായിക ഈ ഒരു കണ്ടെയ്നറിന്റെ ഉള്ളിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനെത്ര ആയുസ് ഉണ്ടായിരുന്നില്ല, അത് കടലിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങിപ്പോയിരിക്കുന്നു. അപ്പോൾ നായിക ചിന്തിക്കുകയാണ്, ഞാൻ മാത്രം എന്തിനാണ് ഇവിടെ ജീവനോടെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് ഒരു ചെറിയ ബ്ലേഡ് എടുത്ത് സൂയിസൈഡ് ചെയ്യാൻ പോവുകയാണ്. പക്ഷെ ആ ഒരു സമയത്ത് വയറ്റിലുള്ള കുട്ടിയുടെ കാര്യം ആലോചിച്ച് നോക്കുമ്പോൾ ആ ഒരു കുഞ്ഞിന് വേണ്ടിയെങ്കിലും ഞാൻ ജീവനോടെ ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റ് എടുക്കാമെന്ന് പറഞ്ഞ് അവിടെ മൊത്തം മരിച്ചു പിറക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് അവൾക്ക് ടോർച്ച്, ലൈറ്റർ, ഡ്രില്ലിംഗ് മെഷീൻ, ഒരു ബട്ടൺ ഫോൺ കിട്ടുകയാണ്. ആ ഒരു ഫോൺ ഉപയോഗിച്ച് ഭർത്താവിനെ വിളിക്കുകയാണ് നായിക. പക്ഷേ സിഗ്നലിന്റെ പ്രശ്നം കൊണ്ട് കോൾ പോകുന്നില്ല. കുറച്ചു നേരത്തിന് ശേഷം ആ ഒരു ഫോണിലേക്ക് നമ്മളുടെ നായകൻ വിളിക്കുകയാണ്. അപ്പോൾ നായികയോട് നായകൻ പറയുന്നുണ്ട്, നീ പേടിക്കാതിരിക്കുക, ഞാൻ നിന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കാം എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട നായികയ്ക്ക് കുറച്ച് ആശ്വാസമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആ ഒരു സീൻ കഴിഞ്ഞാൽ പിന്നെ കാണിക്കുന്നത് രാത്രിയിലാണ്. രാത്രിയിൽ പിന്നെയും ശക്തമായ തിരമാലകൾ കൊണ്ട് കണ്ടെയ്നർ പിന്നെയും ആടുകയാണ്. നമ്മുടെ നായികയ്ക്ക് പ്രസവ വേദന വരികയാണ് കണ്ടെയ്നർ ആടുന്നത് കാരണം. ഒരു സ്ഥലത്തും നേരെ ചൊവ്വെ നിൽക്കുവാൻ പോലും സാധിക്കുന്നില്ല. അത്രയധികം തിരമാലകൾ കൊണ്ട് കണ്ടെയ്നർ ആടുകയാണ്. അതുമാത്രമല്ല കണ്ടെയ്നറിന്റെ ഉള്ളിലേക്ക് വെള്ളം കയറുകയുമാണ്. ഇത്രയധികം പോരാട്ടത്തിനൊടുവിൽ നമ്മുടെ നായിക ആ കുഞ്ഞിന് ജന്മം കൊടുക്കുകയാണ്. അങ്ങനെ കൊടുങ്കാറ്റെല്ലാം അവസാനിച്ചു. കുഞ്ഞിനെ ചെറിയൊരു ബോക്സിലിട്ട് സേഫായി വെച്ചിട്ടുണ്ട്. ആ ഒരു ദ്വാരത്തിലൂടെ വെള്ളം ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് നായികയ്ക്ക് മനസ്സിലാവുന്നില്ല. ചുറ്റും എന്താണ് ഉള്ളതെന്നും അവൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇവൾക്കൊരു ചിന്ത വരികയാണ്, എങ്ങനെയെങ്കിലും കണ്ടെയ്നറിന്റെ മുകളിൽ പോയാൽ ഏതെങ്കിലും ദ്വീപ് കാണും, അവിടെ പോയി രക്ഷപ്പെടാം എന്നുള്ളൊരു ചിന്ത വരികയാണ്. അപ്പോൾ കണ്ടെയ്നറിന്റെ മുകളിൽ തുളയ്ക്കുവാൻ വേണ്ടി കയ്യിലുണ്ടായിരുന്ന ഡ്രില്ല് ഉപയോഗിച്ച് തുളയ്ക്കുകയാണ്. പക്ഷെ അതിലെ ബാറ്ററി തീർന്നത് കൊണ്ട് ഓഫായി പോകുന്നു. അപ്പോൾ ദേഷ്യം വന്ന നായിക അവിടെയുള്ള എല്ലാം വലിച്ചെറിയുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു കത്തി നായികയ്ക്ക് കിട്ടുകയാണ്. അതുപയോഗിച്ച് പൊളിക്കുവാൻ ആരംഭിക്കുകയാണ്. അതേസമയം വിശന്നിട്ട് കുഞ്ഞ് കരയാൻ തുടങ്ങുന്നു. അപ്പോൾ അവിടെയുള്ള കുറച്ച് ഭക്ഷണവും കഴിച്ചിട്ട് കുറച്ച് വെള്ളമെല്ലാം കുടിച്ചിട്ട് ഇവളുടെ ശരീരത്തിൽ കുറച്ച് എനർജി കയറ്റിയിട്ട് കുഞ്ഞിന് പാല് കൊടുക്കുകയാണ്. കണ്ടെയ്നറിന്റെ ടോപ്പ് ഇങ്ങനെ പൊളിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കത്തി പൊട്ടി പോവുകയാണ്.
കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ നല്ല വെള്ളമില്ല. നായികയുടെ എനർജി മൊത്തം പോയിരിക്കുകയാണ്. ക്ഷീണിച്ച അവശതയായ നായികയുടെ അടുത്ത് നമ്മുടെ നായകൻ വന്നിരിക്കുന്നത് പോലെയും മൂത്ത കുട്ടി വന്ന് ആശ്വസിപ്പിക്കുന്ന പോലെയും അവൾക്കൊരു ഇമാജിനേഷൻ വരികയാണ്. അത് കണ്ട് അവൾ വളരെ വിഷമിച്ചിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ദൈവം അനുഗ്രഹിച്ച പോലെ പെട്ടെന്ന് ആ ഒരു ഓട്ടെ കൂടെ മഴ പെയ്യുകയാണ്. ദൈവം എന്നെ കൈവിട്ടില്ല എന്ന് പറഞ്ഞ് അവിടെ കാണുന്ന ഡപ്പകളെല്ലാം അതിനു മുകളിൽ വെച്ച് മഴവെള്ളം കുടിക്കാനായിട്ട് സേവ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് നായിക. എങ്ങനെയെങ്കിലും മേലെ തുരന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി എങ്ങനെയും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം ഒരു കയറെല്ലാം ഇട്ടിട്ട് അത് പൊളിച്ചെടുക്കുകയാണ്. പൊളിക്കുന്ന സമയത്ത് പുറത്ത് ആകാശം കാണുന്ന നായികയുടെ ഒരു ഫീൽ ഉണ്ടല്ലോ, അവൾക്ക് കരച്ചിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. കാണുമ്പോൾ നമ്മൾക്ക് വലുതായിട്ടൊന്നും തോന്നിയില്ലെങ്കിലും അവളുടെ സ്ഥാനത്ത് അത് ഭയങ്കര സന്തോഷം തന്നെയായിരിക്കും. എന്നിട്ട് പതിയെ അവൾ മേലെ ചെന്ന് നോക്കുമ്പോൾ ക്യാമറ നമുക്ക് കാണിച്ചു തരുന്നത് നായിക എങ്ങനെയാണ് ഇപ്പോൾ നോക്കായി കിടക്കുന്നത് എന്നാണ്. കാരണം കടലിന്റെ നടുവിൽ ഒരു കണ്ടെയ്നർ മാത്രം, ചുറ്റും ഒരു പാറ പോലുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നായികയുള്ളത്. ഇതിനിടെ നമ്മുടെ നായികയ്ക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ ഒരു ആയുധം ഉണ്ടാക്കിയിട്ട് അവിടെ മീനെ എന്തെങ്കിലും പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ട്രൈ ചെയ്യുകയാണ്. പക്ഷെ മീനൊന്നും കിട്ടുന്നതുമില്ല. നായികയുടെ എനർജി മൊത്തം വേസ്റ്റായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു സംഭവം വേറെ നടന്നിട്ടുണ്ട്. എന്താണെന്നാൽ നായിക മേലോട്ട് കയറി വരുന്ന സമയത്ത് ആ ഒരു കണ്ടെയ്നറിന്റെ തുരുമ്പ് തട്ടി അവളുടെ കാൽ മുറിഞ്ഞു ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൾ ഉള്ളിലേക്ക് പോയിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന സൂചിനൂൽ ഉപയോഗിച്ച് വേദനയെ കടിച്ചമർത്തി അവൾ അത് സ്റ്റിച്ച് ചെയ്യുന്നു. ബ്ലഡ് പോയാൽ അധികം എനർജി അതിലൂടെ പോകുമെന്ന് അവൾക്കറിയാം. അതുകൊണ്ടായിരിക്കും അവൾ അങ്ങനെ ചെയ്തത്. നമ്മുടെ നായികയ്ക്ക് ഇപ്പോൾ ജീവൻ നിലനിർത്തണമെങ്കിൽ അവിടെയുള്ള മീനുകളെ പിടിച്ച് തിന്നണം. അതിനുവേണ്ടി കുറെ പ്ലാൻ ഇട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന കുറെ വയറുകളെല്ലാം കോർത്ത് ഒരു വല പോലെ ഉണ്ടാക്കിയിട്ട് മീനെ പിടിക്കുകയാണ്. കുറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഒരു മീൻ അതിൽ പെടുകയാണ്. അതിനെ ഒന്നും നോക്കാതെ പച്ചയ്ക്ക് നമ്മുടെ നായിക തിന്നുകയാണ്. ഇപ്പോൾ നായികയ്ക്ക് തുണയായിട്ടുള്ളത് നായികയുടെ കുഞ്ഞ് മാത്രമാണ്. കുഞ്ഞിനോട് മിണ്ടിയും പറഞ്ഞ് നേരം ചെലവഴിക്കുകയാണ് നമ്മുടെ നായിക. ഒരു നടുക്കടലിൽ ഒരു കണ്ടെയ്നറിൽ ഒരു അമ്മയും കുഞ്ഞും തനിച്ച്. ഒന്ന് ആലോചിച്ച് നോക്കുക എന്തായിരിക്കും അവസ്ഥ എന്ന്. നിങ്ങൾക്ക് അങ്ങനെ ഇരിക്കാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷനാണത്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോവുകയാണ്. അപ്പോൾ ആ ടച്ച് വർക്കാകാത്ത ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. എടുത്തു നോക്കുമ്പോൾ നമ്മുടെ നായകനാണ് വിളിക്കുന്നത്. ഞാൻ വരുന്ന കണ്ടെയ്നറിൽ ആർമിക്കാർ എന്നെ കണ്ടു, എന്നെ വെടിവെച്ചു. എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കില്ല. നീ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്ന് നായിക പറയുകയാണ്. അപ്പോൾ നായിക പറയുന്നുണ്ട്, നിങ്ങൾക്കൊന്നും പറ്റില്ല, നിങ്ങൾ ജീവനോടെ തന്നെ തിരിച്ചു വരും. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? നമ്മൾക്കൊരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്. അത് പെൺകുട്ടിയാണ്. അവളെ കാണാൻ നിങ്ങളെ പോലെ തന്നെയുണ്ട് എന്നൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ബാറ്ററി ചാർജ് ഇല്ലാതെ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയാണ്. പാവം ഭർത്താവ് മരിച്ചത് കൊണ്ട് തന്നെ നായിക പൊട്ടിക്കരയുകയാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ അങ്ങനെ പോവുകയാണ്. ഇപ്പോൾ ഇവരുടെ കണ്ടെയ്നറിൽ മുക്കാഭാഗത്തിന് വെള്ളമുണ്ട്. അപ്പോൾ നായികയ്ക്ക് തോന്നുകയാണ്, ഇനി ഇതിലിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും മരിച്ചു പോകും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന വുഡൻ ബോക്സ് എല്ലാം സെറ്റ് ചെയ്ത് ഒരു ബോട്ട് പോലെ തയ്യാറാക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം അതിലേക്ക് വെച്ച് കുഞ്ഞിനെയും സേഫായിട്ട് നമ്മുടെ നായിക വെക്കുകയാണ്. ആ ഒരു കണ്ടെയ്നറിൽ നിന്ന് ആ ബോട്ടിലേക്ക് മാറിയ ഉടൻ ഫുള്ള് വെള്ളമായിട്ട് ആ ഒരു കണ്ടെയ്നർ അവിടെ മുങ്ങിപ്പോകുകയാണ്. അങ്ങനെ കുറച്ചു നേരം ഇവളുണ്ടാക്കിയ ബോട്ടിലൂടെ പോകുമ്പോൾ പെട്ടെന്നാണ് കടലിന്റെ ക്ഷാമം കൊണ്ട് പെട്ടെന്ന് കൊടുങ്കാറ്റും ആഞ്ഞടിക്കുന്ന തിരമാലകളിലും ഇവളുണ്ടാക്കിയ ബോട്ട് അവിടെ പീസായി പോവുകയാണ്. ആ രാത്രി മൊത്തം അവിടെയുള്ള തിരമാലയിലെയും കാറ്റിനെയും മറികടക്കുകയാണ് നായിക. കുഞ്ഞിനൊന്നും സംഭവിക്കുന്നില്ല, കുഞ്ഞ് സേഫാണ്. പിന്നീട് എല്ലാം ഒതുങ്ങി ക്യാമറ സൂര്യനെ കാണിക്കുകയാണ്. നേരം പുലർന്നു. ശരീരത്തിൽ ഒറ്റ എനർജി പോലുമില്ലാതെ കുഞ്ഞിനെ വെച്ചിരിക്കുന്ന ബോക്സ് കെട്ടിപ്പിടിച്ച് നായിക തൂങ്ങി നിൽക്കുകയാണ് വെള്ളത്തിൽ. നമ്മളുടെ നായികയുടെ നല്ല നേരം. ആ ഒരു സമയത്ത് ഒരു ഫാമിലി കടലിൽ മീൻ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ദൂരത്തിൽ എന്തോ ഒന്ന് കണ്ട അവർ പെട്ടെന്ന് അതിനടുത്തേക്ക് വരികയാണ്. അടുത്തേക്ക് വന്ന് നോക്കും, ഒരു പിഞ്ചു കുഞ്ഞ് ഒരു ബോക്സിൽ കിടക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അവർക്കൊരു സംശയം, അതെങ്ങനെയാണ് കടലിന്റെ നടുവിൽ ഒരു കുഞ്ഞു മാത്രം? ഉറപ്പായിട്ടും അച്ഛനോ അമ്മയോ ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന് അവർ നോക്കുകയാണ്. അപ്പോഴാണ് ആ ഈ ഒരു ബോക്സിൽ നിന്ന് ഒരു കയർ വെള്ളത്തിന്റെ അടിയിലേക്ക് പോയത് കാണുന്നത്. ഇവർ ആ ഒരു കയർ പിടിച്ചു വലിക്കുകയാണ്. നമ്മുടെ നായികയുടെ ഒരു കയ്യിൽ ഈ ഒരു കയർ കെട്ടിരിക്കുന്നത് കാണുന്നു. എന്നിട്ട് നായികയെ പിടിച്ച് അവർ വലിക്കുകയാണ് മേലോട്ട്. ശരീരത്തിൽ തീരെ എനർജി ഇല്ലാത്തത് കൊണ്ട് വെള്ളത്തിൽ മുങ്ങിക്കിടന്നത് കൊണ്ട് നമ്മുടെ നായിക അവിടെ മരിച്ചു പോകുകയാണ്. എന്നിട്ട് പരമാവധി അവർ മേലെ വന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നായിക മരിച്ചിട്ടില്ല, അവൾക്ക് ഹാർട്ട് ബീറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി അവളെ രക്ഷിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു.
എങ്ങനെ ചെയ്തിട്ടും നമ്മുടെ നായിക എണീക്കുന്നില്ല. എന്നാലും ആ ഒരു സ്ത്രീ ഇത് വിടുന്നത് പോലെ തോന്നുന്നില്ല. പരമാവധി ആ ഒരു സ്ത്രീയെ കൊണ്ട് പറ്റുന്നത് പോലെ നമ്മുടെ നായികയെ രക്ഷിക്കാൻ വേണ്ടി നോക്കുകയാണ്. ഒടുവിൽ നമ്മുടെ നായിക ജീവൻ തിരിച്ചു കിട്ടി ഉണരുകയാണ്. ഇവൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് ഓർക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. ഒരു പിഞ്ചു കുഞ്ഞുമായി 3 ആഴ്ചയോളം ഈ ഒരു കടലിൽ ഒരു കണ്ടെയ്നറിൽ ജീവിച്ചത് അവൾ ആലോചിക്കുകയാണ്. അതോടെ ഈ ഒരു സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു സിനിമയെക്കുറിച്ച് എന്താണ് തോന്നുന്നത് താഴെ കമന്റിൽ പറയുക. പിന്നെ ഇതിനിടയിൽ നമ്മുടെ ഭർത്താവായിട്ടുള്ള നായകൻ നായികയെ ഫോൺ ചെയ്തൊരു രംഗം ഞാൻ പറഞ്ഞിരുന്നു. ആ ഒരു സംഭവം നായകൻ നമ്മുടെ നായികയെ വിളിച്ചിട്ടില്ല. അത് ഇവൾക്ക് വന്നൊരു തോന്നലാണ്. സിനിമയുടെ അവസാനം വരെ നമ്മുടെ നായകന് എന്താണ് സംഭവിച്ചതെന്ന് കാണിച്ചിട്ടില്ല. ഒരു പക്ഷേ സെക്കൻഡ് പാർട്ട് വന്നാലും വരും. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വീഡിയോ ഷെയർ ചെയ്യുക. അടിപൊളി മൂവി എക്സ്പ്ലനേഷനുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റ, ബൈ.